കത്തി പിടിക്കാൻ നല്ല കഷ്ടം. Less than 10% ആൾക്കാർ മാത്രമാണ് ആക്ച്വൽ ഡാർക്ക് സ്കൈനെ കണ്ടിട്ടുള്ളൂ. ആരുടെ ക്യാമ്പാണോ? I don't think so. I think it's moonrise. Yes. Awesome. വേഗം പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാല്ലേ. ലെറ്റ്സ് ഗോ. പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. നമ്മൾ എന്താ കഴിക്കുന്നേ? മാഗി. ഞങ്ങൾ വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു. Bye bye. Good night. Good morning. Okay. ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ, അതൊക്കെ നമ്മൾ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് സമയം എത്രയും 8 മണി കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ ഓൾറെഡി ഒരു സൺസെറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഒരു ഉറക്കം കഴിഞ്ഞു, അടിപൊളി ഉറക്കം. ഈ സമയത്തേക്ക് മഴ പോകണം എന്നാണ് പറയണത്. അപ്പുറത്ത് ആരോ തീ വെച്ചിട്ടുണ്ട്. സോ നമ്മളും കൂടി പോയിട്ട് അടിപൊളിയായിട്ട് തീയൊക്കെ വെക്കാം, എന്നിട്ട് നമ്മൾ ബാർബക്യൂ ചെയ്യാം. നമുക്ക് ആക്ച്വലി ആ കാർമേഘങ്ങൾ പോണത് കാണാനുണ്ട് കേട്ടോ. ഇവിടുത്തെ ബാത്റൂമാണിത് കാണുന്നത്. കാര്യം കാണിച്ചാൽ നിങ്ങൾക്ക് മേഘങ്ങൾ ശരിക്കും താഴെ കേട്ടോ നിൽക്കണേ. എനിക്കിങ്ങനെ അത് മൂവ് ചെയ്യണത് കാണാൻ പറ്റുന്നുണ്ട്. അതെ. സോ നമ്മുടെ മിസ്റ്ററീസ് നിറഞ്ഞ ലോഗുകൾ നമ്മൾ ഇന്ന് കത്തിച്ച് തീർക്കാൻ പോവാണ്. ഇന്നും കൂടി ഞങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ വീണ്ടും കത്തിച്ച് തീർക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു അല്ലേ. ഇവിടെ ആരോ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണേലേ ഓരോ പ്രാവശ്യം ക്യാമ്പ് ചെയ്യുമ്പോഴും നമ്മൾ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുക അല്ലേ. ഐ തിങ്ക് വി നീഡ് ടു ബൈ ലാൻഡേൺ നൗ. ലൈറ്റ് ഇതെന്തിനാ വെച്ച്? ഈ പേപ്പർ കത്തി പിടിക്കാനോ വള്ളങ്ങളൊക്കെ പോവാനല്ലേ? ഓക്കെ. സോ വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? മിസ്റ്റീരിയസ് ലോഗ് അല്ലേ. സോ ഗൈസ്, നല്ല നമുക്ക് പോസിറ്റീവ് ന്യൂസ് എന്താ വെച്ചാൽ മേഘങ്ങളൊക്കെ പോകുന്നുണ്ട്, കാർമേഘങ്ങളൊക്കെ. സോ മോസ്റ്റ്ലി നമുക്ക് നൈറ്റ് സ്കൈ കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അല്ലേ. കുറച്ച് ഫയർ സ്റ്റാർട്ടർ ലിക്വിഡ് ഇത് ഒഴിച്ച് നല്ല അങ്ങോട്ട് ഒഴിച്ച് പിടിപ്പിക്കുക. എല്ലാം അങ്ങനെ തണുത്തിരിക്കുകയല്ലേ. ഫുള്ള് മഴയായിരുന്നു ഇന്ന് മുഴുവൻ. നില നല്ല തണുത്തിട്ടാണ്. ലോകം എത്ര തണുത്തിട്ടാണോ അറിയില്ല, എന്നാലും ആണ്. നമ്മൾ ഒരു കൊല്ലം ആവാറായില്ലേ ഓൾമോസ്റ്റ്. കത്തി പിടിക്കാൻ നല്ല കഷ്ടം. എന്നാലും ആ ലിക്വിഡിന്റെ പവറാട്ടോ അത് കഷ്ടം. സോ നമ്മൾ കുറച്ച് ലോഗ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം നല്ലത് അല്ലേ. കുറേ ഇട്ട വേഗം വേഗം കെട്ടും. വാവ്, ഇറ്റ്സ് സോ ബെറ്റർ. ടിഷ്യൂ മാത്രമാണോ കത്തിയത്? ടിഷ്യൂ ആ ഫയർ സ്റ്റാർട്ടർ മാത്രം കത്തിയത് അല്ലേ. ഓ നോക്കിയേ, നമ്മൾ എത്ര ഒഴിച്ചിട്ടും കാര്യമില്ല, ഒക്കെ കത്തിപ്പോയില്ലേ. ഓക്കെ, ചാർക്കോളിലെ ആഹാ എന്താ അടിപൊളി മണം അല്ലേ.
ഇത് ഞാൻ ഇന്നലെ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. സോ നമ്മുടെ ഈ ബാർബിക്യൂ ചിക്കൻ റെഡിയാണ്. ഞങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് പ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അടിപൊളിയായിട്ട് ഇതൊരു അലുമിനിയം പ്ലേറ്റ് ആക്കിയല്ലേ. വാ, അത് നല്ല പൊടിഞ്ഞു അല്ലേ. നൈസ്. സോ അതാ നമ്മുടെ ഫുഡ് കഴിക്കട്ടെ അല്ലേ. സോ അങ്ങനെ നമുക്ക് സ്റ്റാർസിനെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം പോലെ അധികം തണുപ്പില്ല കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. വല്ലാത്തൊരു ഫീലാട്ടോ അത്. ആൾക്കാരൊക്കെ എന്തോ ചുവന്ന ലൈറ്റ് കൊണ്ട് നടക്കുന്നല്ലേ. ഇവിടെ ലൈറ്റ് അടിക്കുക പറഞ്ഞ എന്തോ നമ്മൾ തെറ്റ് ചെയ്യണ പോലെ. അതാണ് കേട്ടോ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്ത അല്ലേ. ഫോണിലെന്തോ ചുവന്ന വെളിച്ചുണ്ടാക്കിയിട്ട് നടക്കുകയാണ്. നമ്മളിതാ ഇവിടെ നൈറ്റ് ലൈഫ്സ് ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്ലൗഡ്സ് നന്നായിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ നമുക്കിവിടെ മിൽക്കി വേ കംപ്ലീറ്റ്ലി ആർക്ക് ഓഫ് ദറ്റ് മിൽക്കി വേ ഫുള്ളായിട്ടൊന്ന് അറ്റ്ലീസ്റ്റ് കാണാൻ പറ്റും. ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് അല്ല, നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ കാണിക്കാം. പിക്ചേഴ്സിനപ്പുറത്ത് വിട്ട ദ എക്സ്പീരിയൻസ് ഓഫ് ഇത്ര സ്റ്റാർസ് ഉണ്ടോ എന്നൊരു ആ ഫീലിംഗ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. ഓൺലി ലെസ് ദാൻ 10% ആൾക്കാർ മാത്രമാണ് ആക്ച്വൽ ഡാർക്ക് സ്കൈനെ കണ്ടിട്ടുള്ളൂ. ഇതും അത്ര വലിയ ഡാർക്ക് സ്കൈ ഒന്നുമല്ല. US-ന്റെ ഈസ്റ്റ് കോസ്റ്റിലെ ഏറ്റവും ഡാർക്ക് സ്കൈ ആണ്. ഡാർക്കസ്റ്റ് സ്കൈ ആക്ച്വലി കൊളറാഡോ ആണ്. പക്ഷെ അഗെയിൻ ബാഡ് ലക്ക്. ഞങ്ങളുടെ കൊളറാഡോ സീരീസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നും വി ഫേസ്ഡ് റെയിൻ. അന്ന് ഞങ്ങൾ സ്നോ സ്റ്റോം ആണ് കണ്ടത്. നമ്മളിപ്പോൾ ഗോപ്രോയിലാണ് ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ DSLR-ൽ ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ ഇനിയും ഭയങ്കരമായിരിക്കും തോന്നുന്നു. പക്ഷെ ഞാൻ ഗോപ്രോനെ ഒരിക്കലും താഴ്ത്തിക്കെട്ടല്ല കേട്ടോ. ഗോപ്രോ അമേസിങ്. ഇത്ര ചെറിയ ക്യാമറയും കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു അമേസിങ് ആയ ക്യാമറയാണ്. എനിവേസ് ലെറ്റ്സ് ചെക്ക് ദ പിക്ചർ. അതാരുടെ ക്യാമ്പാണോ? I don't think so. I think it's moonrise. So നമ്മളിവിടെ മിൽക്കി വേ ഇവിടെ കാണാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഫോട്ടോയിൽ കാണാം. പക്ഷെ ഒന്ന് അങ്ങോട്ട് നോക്കൂ. That's moon. ഞാൻ ആരുടെ ക്യാമ്പിൽ ലൈറ്റ് കത്തിച്ചു വിചാരിച്ചത്. ഒരു വാട്ടർമെലൻ പോലെ, ഒരു വാട്ടർമെലന്റെ സ്ലൈസ് പോലെ അങ്ങനെ മുളകങ്ങൾ നീങ്ങി വന്നു. ഇപ്പോൾ മൂൺറൈസ് ഒരു 12:20 ആ സമയത്താണ് ആയത്. സോ ഓട്ടോമാറ്റിക്കലി മൂണിൻ്റെ ലൈറ്റ് വിൽ ടേക്ക് ഓവർ ദ സ്കൈ. മൂണിൻ്റെ ലൈറ്റ് എപ്പോൾ കൂടുതൽ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണുന്ന മിൽക്കി വേ കാണില്ല. മൂൺറൈസിന്റെ ടൈം നോക്കണ്ടായിരുന്നു അല്ലേ? അത് കറക്റ്റ് 12:20 തന്നെ പറയണ്ടായിരുന്നു അല്ലേ? കറക്റ്റ് ആ സമയത്ത് തന്നെ. ദിസ് ഈസ് ഓസം. നോക്ക്, നന്നായിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ മൂൺ ലൈറ്റില്. ഇതുവരെ പിച്ച് ഡാർക്കുള്ള സ്ഥലം ഫുള്ളായിട്ട് ലിറ്റായി. എന്തായാലും നമുക്കിപ്പോ പോയിട്ട് ക്യാമ്പ് ഗ്രൗണ്ടിൽ പോവാം, ഉറങ്ങാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.